ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ്. സോ എംബഡഡ് സിസ്റ്റത്തിൽ 6ാമത്തെ മൊഡ്യൂളിൽ വരുന്നൊരു ടോപ്പിക്കാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. EZ308 എന്ന സബ്ജക്റ്റ് കോഡാണ്. സോ നിങ്ങൾ നോക്കാം, KTU സിലബസ് പറയുന്നത് ഇങ്ങനെയാണ്. 6ാമത്തെ മൊഡ്യൂളിൻ്റെ സിലബസിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ മ്യൂക്കോസ് ആർട്ടോസ് 2, അങ്ങനെ 2 ചാപ്റ്ററായിട്ട് 6th മൊഡ്യൂളിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ഫസ്റ്റ് പാർട്ടാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ സിംഗിൾ വീഡിയോയിലൂടെ നിങ്ങൾ കംപ്ലീറ്റ് ഈ 6th മൊഡ്യൂളിൻ്റെ 50% കവർ ആവും. ഓൾമോസ്റ്റ് ഇതിലൊരു രണ്ട് ക്വസ്റ്റ്യൻ മിനിമം യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത് നോക്കാം. സോ വാട്ട് ആർ ദി വേരിയസ് സർവീസസ് ഓഫ് ആർട്ടോസ്, ഗോൾ ആൻഡ് സ്ട്രക്ചേഴ്സ്, ഇതാണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. കേർണലിലെ ഒരു മേജർ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് ഒരു മേജർ പാർട്ടാണ് കേർണൽ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ കേർണൽ, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് കേർണൽ, വാട്ട് ഈസ് പ്രോസസ് മാനേജ്മെൻറ്റ്, വാട്ട് ഈസ് മെമ്മറി മാനേജ്മെൻറ്റ്, വാട്ട് ഈസ് ഡിവൈസ് മാനേജ്മെൻറ്റ് ആൻഡ് വാട്ട് ഈസ് ഫയൽ സിസ്റ്റം ഓർഗനൈസേഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും 1 by 1 ആയിട്ട് കവർ ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റിക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, എങ്ങനെയാണ് നമ്മുടെ ടോപ്പിക്കുകൾ ഇരിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, വാട്ട് ഈസ് ആർട്ടോസ്? സോ ആർട്ടോസ് ഈസ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ വേർഡ് തന്നെ ക്ലിയർ ആണ്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ OS ആണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദ റിയൽ ടൈം സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം in which the time interval required to process and respond to input is so small that it controls the environment. The real-time operating system must have well-defined fixed time constraints, otherwise the system will fail. സോ വളരെ ക്ലിയർ ആണ്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്യുവർലി ടൈം എന്നുള്ള പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആർട്ടോസ്. സോ ഫുള്ളി ടൈം കൺസ്ട്രെയിൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആർട്ടോസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ആർട്ടോസ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻറ്റൻഡഡ് ടു സെർവ് റിയൽ ടൈം അപ്ലിക്കേഷൻ ദാറ്റ് പ്രോസസ് ഡാറ്റ ആസ് ഇറ്റ് കംസ് ഇൻ, മോസ്റ്റ്ലി വിത്തൗട്ട് ബഫർ എ ഡിലേ. അപ്പോൾ ഒരു ഡിലേയും ഇല്ലാതെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ നമുക്ക് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആർട്ടോസ് യൂസ് ചെയ്യാം. സോ ഇതിന് കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഡിലേ വരാൻ പാടില്ലാത്ത സിസ്റ്റംസ്, ഇതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്, മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം, വെപ്പൺ സിസ്റ്റം, റോബോട്ട്സ്, എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം. ഇതൊക്കെ ശരിക്കും ടൈം കൺസ്ട്രെയിൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. സോ ഈ ആപ്ലിക്കേഷൻസിന് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ജനറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ OS, നമ്മുടെ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന നോർമൽ OS ആയിരിക്കും ജനറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ നോക്ക്, കമ്പാരിസൺ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് കമ്പാരിസൺ, ദ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഡെസ്ക്ടോപ്പ് PC ആൻഡ് ലാപ്ടോപ്പ്. നമ്മൾ യൂസ് ചെയ്യുന്ന Windows 10 പോലത്തെ ഒക്കെ പ്യുവർലി എന്താണ്, ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓൺലി അപ്ലൈഡ് ടു ദി എംബഡഡ് ആപ്ലിക്കേഷൻ. എംബഡഡ് ആപ്ലിക്കേഷന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ general purpose operating system is purely a process based scheduling. Real time operating system is time based scheduling. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പ്രോസസ്സുകളെ വെച്ചിട്ടാണ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നതെങ്കിൽ അത് ജനറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ടൈം എന്നുള്ള കൺസ്ട്രെയിൻ ആണ് എടുക്കുന്നതെങ്കിൽ അത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, എ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ സിസ്റ്റംസ് ഓർ ആപ്ലിക്കേഷൻ ദാറ്റ് ആർ നോട്ട് ടൈം ക്രിട്ടിക്കൽ. ടൈം ക്രിട്ടിക്കൽ അല്ലാത്ത ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് വിൻഡോസ്, ലിനക്സ്, യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സെട്ര. ആർട്ടോസ് ഈസ് യൂസ്ഡ് ഫോർ ടൈം ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ. എക്സാമ്പിൾ VxWorks ആൻഡ് മ്യൂക്കോസ്. യു അല്ല മ്യൂ ആണ്. അപ്പോൾ ടൈം
ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിന് ആർട്ടോസും ടൈം ക്രിട്ടിക്കൽ അല്ലാത്ത ആപ്ലിക്കേഷൻസിന് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യും. നാലാമത്തെ പോയിന്റ്, ദർ ഈസ് നോ പ്രെഡിക്റ്റബിലിറ്റി. സോ വാട്ട് ഈസ് മീൻ ബൈ പ്രെഡിക്റ്റബിലിറ്റി? പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടാസ്ക് എപ്പോൾ തീരും എന്നുള്ളത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ പ്രഡിക്ഷൻ കറക്റ്റ് ആവണമെന്നില്ല, മേ ബി ഡിഫറൻസ് വരാം. പക്ഷേ ഇത് ടൈം കൺസ്ട്രെയിൻസ് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് എ പ്രെഡിക്റ്റബിൾ ബിഹേവിയർ ഇൻ കേസ് ഓഫ് ആർട്ടോസ്. നിങ്ങൾ നോക്കുക, അഞ്ചാമത്തെ പോയിന്റ്, ദ കെർണൽസ് ഓപ്പറേഷൻ മേ ഓർ മേ നോട്ട് ബി പ്രീഎംപ്റ്റഡ്. കേർണൽ എന്ന് പറയുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് കെർണൽ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ കെർണൽ ഓപ്പറേഷൻ മേ ഓർ മേ നോട്ട് ബി പ്രീഎംപ്റ്റഡ്. സോ വാട്ട് ഈസ് ബൈ പ്രീഎംഷൻ? പ്രീഎംഷൻ എന്ന് പറഞ്ഞാൽ മേ ബി ഹൈ പ്രയോറിറ്റി ടാസ്ക് വരികയാണെങ്കിൽ, ഒരു 10 പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്, 9ാമത്തെ പ്രോസസ്സ് റൺ ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും ഹൈ പ്രയോറിറ്റി ടാസ്ക് വരുന്നുണ്ടെങ്കിൽ ആ ടാസ്ക് പോസായിട്ട് പുതിയൊരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രീഎംഷൻ എന്ന് പറയാം. അപ്പോൾ മേ ബി ഇവിടെ പ്രീഎംഷൻ നടക്കാതിരിക്കാം ഏതിൽ, ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. പക്ഷേ കേർണൽസിൽ പറയുന്നുണ്ട് കേർണൽസ് ഓപ്പറേഷൻ ക്യാൻ ബി പ്രീഎംപ്റ്റഡ്. പ്രീഎംപ്ഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ പ്രീഎംഷൻ എന്നുള്ളൊരു പാരാമീറ്റർ ജനറൽ പർപ്പസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ആണ്, ഇൻ കേസ് ഓഫ് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ് ഹാസ് എ ലാർജ് മെമ്മറി. ഇൻ കേസ് ഓഫ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ലാർജ് മെമ്മറി. കാരണം എംബഡഡ് ആപ്ലിക്കേഷൻസിന് ഒരു ലാർജ് മെമ്മറിയുടെ ആവശ്യമില്ല. മെമ്മറി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിങ്ങുകളും കുറവായിരിക്കും. ആർട്ടോ ലാസ്റ്റ് പോയിന്റ് സെയിം ആണ്. കേർണൽ ഈസ് നോൺ പ്രീഎംപ്റ്റീവ് ഓർ ഹാസ് എ നോൺ പ്രീഎംപ്റ്റീവ് കോഡ് സെക്ഷൻ. കേർണൽ ഈസ് പ്രീഎംപ്റ്റീവ് എയ്തർ കംപ്ലീറ്റ്ലി ഓർ അപ് ടു മാക്സിമം ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അതിന് വേറെ രീതിയിൽ കാണിച്ചു തന്നേ ഉള്ളൂ പ്രീഎംഷൻ്റെ കേസിൽ അല്ലേ. അപ്പോൾ ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗോൾസ് ഓഫ് ആർട്ടോസ്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്? ഞാനതൊരു ഷോർട്ട് പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പെർഫെക്ഷൻ, കറക്റ്റ്നെസ്, പോർട്ടബിലിറ്റി, ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി, പ്രൊവൈഡിങ് കോമൺ സെറ്റ് ഓഫ് ഇൻ്റർഫേസസ് ഓഫ് ദി സിസ്റ്റം, ഓർഡർലി ആക്സസ് ആൻഡ് കൺട്രോൾ ഓഫ് മാനേജിങ് ദി പ്രോസസ്സസ്. ഇത് പഠിക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഗോൾസ് ഓർ സർവീസസ് ഓഫ് ആർട്ടോസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക. സോ ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 10 ഗോളാണ്, പ്യുവർ തിയറിയാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഹെഡിങ്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക. സോ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഫെസിലേറ്റിംഗ് ഈസി ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് ആസ് പെർ ഷെഡ്യൂൾ ആൻഡ് അലോക്കേഷൻ. വളരെ ക്ലിയർ ആണ്. ദ റിസോഴ്സസ് മീൻസ് പ്രൊസസ്സർ, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, വെർച്വൽ ഡിവൈസസ്, സിസ്റ്റം ടൈമർ, സോഫ്റ്റ്വെയർ ടൈമർ, കീബോർഡ്, ഡിസ്പ്ലേ, പ്രിൻ്റർ and other such resources which processes task or thread request from the OS. No processing task or thread uses any resource until it has been allocated by OS at given instance. ഒന്നുമില്ല, ഇതിൽ കുറേ ഡിവൈസസ് പറഞ്ഞു അല്ലേ, പ്രൊസസ്സർ, മെമ്മറി, ഇതിനൊക്കെ ഈസി ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഗോൾ. സോ നമുക്ക് വേരിയസ് ഡിവൈസസ് ഉണ്ടായിരിക്കും, എല്ലാ ഡിവൈസസിനെയും മ്യൂച്വലി ടൈം കൺസ്ട്രെയിൻസ് വെച്ച് ഷെയർ ചെയ്യുന്നതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ഗോൾ നിങ്ങൾ നോക്കുക, ഫെസിലേറ്റിംഗ് ഈസി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിത്ത് ഗിവൺ സിസ്റ്റം ഹാർഡ്വെയർ ത്രൂ ദ സോഫ്റ്റ്വെയർ ഓഫ് ദി സിസ്റ്റം. വളരെ ക്ലിയർ ആണ്. നമ്മൾക്കറിയാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, ഹാർഡ്വെയർസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഗോള്. തേർഡ് ഗോൾ നിങ്ങൾ നോക്കുക, optimally scheduling the process on one by providing an appropriate context switching mechanism. അപ്പോൾ കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ പ്രോസസ്സുകളെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഗോള്. ഫോർത്ത് വൺ, മാക്സിമൈസിങ് ദ സിസ്റ്റം പെർഫോമൻസ്, ലെറ്റ് ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഷെയർ ദി റിസോഴ്സസ് മോസ്റ്റ് എഫക്റ്റീവ്ലി വിത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് വിത്തൗട്ട് എനി സെക്യൂരിറ്റി ബ്രീച്ച്. അപ്പോൾ കറക്റ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡിവൈസസിനെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതാണ് നാലാമത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഷെയറിംഗ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ആ ഷെയറിംഗ് എന്നുള്ള കോൺസെപ്റ്റിനെ നമ്മൾ കറക്റ്റ് വേയിലൂടെ പ്രൊട്ടക്റ്റഡ് ചെയ്തുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതാണ് നാലാമത്തെ ഗോള്. സോ ഫിഫ്ത്ത് ഗോള് നോക്കുക, പ്രൊവൈഡിങ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്.
കുറേ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യും. ഫോർ ദി പ്രോസസ്, മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് അതർ ഫങ്ഷൻസ് ഫോർ വിച്ച് ഈസ് ഡിസൈൻ. ഇതിനൊക്കെ അതായത് മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് അതുപോലെ എല്ലാ ഫങ്ഷൻസിനെയും മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത ഫങ്ഷൻ. 6th ഫങ്ഷൻ നിങ്ങൾ നോക്കുക. പ്രൊവൈഡിങ് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഫങ്ഷൻ ഫോർ ദി ഡിവൈസസ് ആൻഡ് ഫയൽസ് ആൻഡ് ദ ഫയൽ ലൈക്ക് ഡിവൈസസ്. ഫയൽ പോലുള്ള ഡിവൈസസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് 6th ഗോള്. 7 നിങ്ങൾ നോക്കുക. പ്രൊവൈഡിങ് ഈസി ഇൻ്റർഫേസിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഫോർ ദി നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ ആൻഡ് ദി നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പർ വേയിലൂടെ ഇൻ്റർഫേസ് ചെയ്യുക എന്ന് പറയുന്നതാണ് 7th ഗോള്. 8th ഗോൾ നിങ്ങൾ നോക്കുക. പ്രൊവൈഡിങ് പോർട്ടബിലിറ്റി ഓഫ് ദി ആപ്ലിക്കേഷൻ ഓൺ ഡിഫറെൻറ്റ് ഹാർഡ്വെയർ കോൺഫിഗറേഷൻ. സോ വാട്ട് ഈസ് മീൻ ബൈ പോർട്ടബിലിറ്റി? നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എല്ലാ ഹാർഡ്വെയറിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. 9ാമത്തെ പ്രൊവൈഡിങ് ഇൻ്റർ ഓപ്പറേറ്റിവിറ്റി ഓഫ് ആപ്ലിക്കേഷൻ ഓൺ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്. ഡിഫറെൻറ്റ് നെറ്റ്വർക്കിൽ ഒരേപോലെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇൻ്റർ ഓപ്പറേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതിനും നമ്മൾ എന്ത് യൂസ് ചെയ്യും? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യും. പ്രൊവൈഡിങ് എ കോമൺ സെറ്റ് ഓഫ് ഇൻ്റർഫേസസ് ദാറ്റ് ഇൻ്റഗ്രേറ്റ് വേരിയസ് ഡിവൈസസ് ആൻഡ് ആപ്ലിക്കേഷൻ ത്രൂ സ്റ്റാൻഡേർഡ് ഓപ്പൺ സിസ്റ്റം. അപ്പോൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള കോമൺ സെറ്റ് ഓഫ് ഇൻ്റർഫേസസ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ് 10ാമത്തെ എയിം. അപ്പോൾ നമുക്കൊരു ജനറൽ ഔട്ട്ലൈൻ നോക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? റിസോഴ്സസിനെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ഫസ്റ്റ് ഗോൾ അല്ലേ? യെസ്. സെക്കൻഡ് ഗോൾ എന്തായിരുന്നു? കറക്റ്റായിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു സെക്കൻഡ് ഗോള്. തേർഡ് എന്തായിരുന്നു? ഒപ്റ്റിമൽ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം കൺസ്ട്രെയിൻസ് വെച്ചിട്ട് നമ്മളൊരു പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് 3ാമത്തെ പോയിന്റ്. 4ാമത്തെ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി മെഷേഴ്സ് വെച്ചിട്ട് കറക്റ്റ് ഷെയറിങ് നടത്തുക എന്ന് പറയുന്നത് 4ാമത്തെ പ്രോസസ്സ്. 5th എന്തായിരുന്നു? മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് പോലത്തെ ഡിവൈസസിൻ്റെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. 6ാമത്തെ മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഫങ്ഷൻസ്. ഇൻ കേസ് ഓഫ് ഫയൽസിൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുക എന്ന് പറയുന്ന 6ാമത്തെ ഫങ്ഷൻ. 7ാമത്തെ ഫങ്ഷൻ എന്തായിരുന്നു? ഈസി നെറ്റ്വർക്ക് ഡിവൈസസിലെ കറക്റ്റായിട്ട് ഇൻ്റർഫേസ് ചെയ്യുക എന്ന് പറയുന്നത് 7ാമത്തെ ഫങ്ഷൻ. പോർട്ടബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് 8ാമത്തെ ഫങ്ഷൻ. ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് 9ാമത്തെ ഫങ്ഷൻ. എല്ലാ പ്രോസസ്സുകൾക്കും ഒരു കോമൺ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 10ാമത്തെ ഫങ്ഷൻ. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക. 10 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഗോൾസ് ഓഫ് ആർട്ടോസ്. ഓക്കെ. സോ നിങ്ങൾ നോക്കുക, 2 മോഡ്സ് ആണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഒന്നാണ് യൂസർ മോഡ്, ഒന്നാണ് സൂപ്പർവൈസറി മോഡ്. അപ്പോൾ വേർഡ് തന്നെ ക്ലിയർ ആണ്. യൂസർ മോഡും സൂപ്പർവൈസറി മോഡും ഡിഫറെൻ്റ് ആണ്. യൂസർ മോഡ് എന്ന് പറഞ്ഞാൽ the user process is permitted to run and use only a subset of function and instructions in the OS. So OSൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഫങ്ഷൻസ് മാത്രമാണ് നമുക്ക് എന്തിൽ പെർഫോം ചെയ്യാൻ പറ്റുക? യൂസർ മോഡിൽ പെർഫോം ചെയ്യാൻ പറ്റുക. സോ യൂസർ എന്നുള്ള ഏറ്റവും ബേസിക് മോഡാണ്. OSൻ്റെ ഫങ്ഷൻസ് മാത്രമാണ് നമുക്ക് എന്തിൽ പെർഫോം ചെയ്യാൻ പറ്റുക? യൂസർ മോഡിൽ. അപ്പോൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എല്ലാം ലിമിറ്റഡ് ആണെങ്കിൽ നമ്മളിതിനെ ജനറലി പറയുന്നതാണ് യൂസർ മോഡ്. സോ 2ാമത്തെ മോഡാണ് സൂപ്പർവൈസറി മോഡ്. ദി OS റൺ ദി പ്രിവിലേജ്ഡ് ഫങ്ഷൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ എ പ്രൊട്ടക്റ്റഡ് മോഡ് ആൻഡ് OS ഓൺലി ആക്സസ് എ ഹാർഡ്വെയർ റിസോഴ്സ്. സോ ഒരു പ്രിവിലേജ്ഡ് മോഡിനെയാണ് നമ്മൾ സൂപ്പർവൈസറി മോഡ് എന്ന് പറയുന്നത്. സൂപ്പർവൈസറി മോഡിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും OSനെ എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. OSൻ്റെ സിസ്റ്റം ഫങ്ഷൻസ് വരെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സൂപ്പർവൈസറി മോഡ് വെച്ചിട്ട് മോഡിഫൈ ചെയ്യാം. സോ ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. യൂസർ മോഡ് എന്ന് പറഞ്ഞാൽ ബേസിക് മോഡ്. സോ അതിൽ ഇൻസ്ട്രക്ഷൻസ് ലിമിറ്റഡ് ആയിരിക്കും. സൂപ്പർവൈസറി മോഡ് എന്ന് പറയുന്നത് പ്രിവിലേജ്ഡ് മോഡ്. അതിൽ ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ വേണമെങ്കിലും OSൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാം സൂപ്പർവൈസറി മോഡിൽ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 2 മോഡ്സ് ചോദിക്കാം. വാട്ട് ആർ ദി 2 മോഡ്സ് ഇൻ ആർട്ടോസ്? ദർ ആർ 2 മോഡ്സ്, യൂസർ മോഡ് ആൻഡ് സൂപ്പർവൈസറി മോഡ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ആർട്ടോസ് കെർണൽ എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ആർട്ടോസ് കെർണൽ എന്ന് പറയുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു മേജർ പാർട്ടാണ് കെർണൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ദ OS ഈസ് ദി മിഡിൽ ലെയർ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ദ കെർണൽ ഈസ് ദി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് OS. Kernel is the basic structural unit of OS. It can be defined as the secured unit of OS
that operates in the supervisory mode while the remaining part of the application software operate in the user mode. ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെയും സിസ്റ്റം ഹാർഡ്വെയറിൻ്റെയും മിഡിൽ ലെയർ ആണ്. ശരിക്കും നമുക്ക് ആർട്ടോസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന പാർട്ട് എന്താണ്? ഒരു ഹാർഡ്വെയർ വരും, പിന്നെ ഒരു OS വരും, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരും. 3 പാർട്ടുള്ളത്: ഹാർഡ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഹാർഡ്വെയറിൻ്റെയും അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെയും മിഡിൽ ലെയർ ആണ്. സോ ഈ OSൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റിനെയാണ് നമ്മൾ കെർണൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സെക്യൂർഡ് യൂണിറ്റ് ഓഫ് OS ദാറ്റ് ഓപ്പറേറ്റ് ഇൻ ദി സൂപ്പർവൈസറി മോഡ് while the remaining part of the application software operate in the user mode. നമ്മൾ 2 മോഡ് പറഞ്ഞിരുന്നു, സൂപ്പർവൈസറി മോഡും യൂസർ മോഡും. കെർണൽ വർക്ക് ചെയ്യുന്നത് സൂപ്പർവൈസറി മോഡലും ബാക്കിയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്ന എന്ത് മോഡലുമാണ്? യൂസർ മോഡലും ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇതാണ് ആർട്ടോസ് കേർണൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ബേസിക് ഫങ്ഷൻസ് നമുക്ക് നോക്കാനുണ്ട്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് കെർണൽ പെർഫോം ചെയ്യുന്നത്? സോ ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് കോൾഡ് പ്രോസസ് മാനേജ്മെൻറ്റ്. ഇത് എല്ലാം നിങ്ങൾ നോക്കി, ഈ 5 ഫങ്ഷൻസും 10 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷനാണ് പ്രോസസ് മാനേജ്മെൻറ്റ്. എന്താണ് പ്രോസസ് മാനേജ്മെൻറ്റ് നമുക്ക് പറയാം. സെക്കൻഡാണ് മെമ്മറി മാനേജ്മെൻറ്റ്. തേർഡാണ് ഫയൽ മാനേജ്മെൻറ്റ്. ഫോർത്താണ് ഡിവൈസ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിവൈസ് ഡ്രൈവേഴ്സ്. ഫിഫ്ത്ത് ഫങ്ഷനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സബ്സിസ്റ്റം മാനേജ്മെൻറ്റ്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. 5 ഫങ്ഷൻസ് ചോദിക്കാം. അതിൽ ഓരോ ഫങ്ഷൻസും 10 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് ഫങ്ഷൻ മെമ്മറി മാനേജ്മെൻ്റ് ആണ്. സോ എന്താണ് മെമ്മറി മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഏതൊക്കെ മെത്തേഡിലൂടെ മെമ്മറിയെ മാനേജ് ചെയ്യാം, ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെമ്മറി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക, ദ ഫോളോയിങ് ആർ ദി മെമ്മറി മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഇൻ ആൻ OS കേർണൽ. ഫസ്റ്റാണ് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് ഫങ്ഷൻ വരുന്നത് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ. അതിൽ 2 ടൈപ്പ്, ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷനും ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷനും. സെക്കൻഡ്, മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി OS ഫങ്ഷൻ, മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക് ആൻഡ് മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ. അങ്ങനെ 4 ഫങ്ഷനാണ് മെമ്മറി മാനേജ്മെൻറ്റ് ഉള്ളത്. 4ഉം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. സോ നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ? സോ നമുക്ക് മെമ്മറി എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് മൊത്തം അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി സ്ലോട്ടുകളെ ഏത് രീതിയിലും അലോക്കേറ്റ് ചെയ്യാം. നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ പഴയ പോലെ ഡി അലോക്കേറ്റ് ചെയ്യാം. സോ ഇതാണ് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള മെമ്മറി അലോക്കേഷൻസ് ആണ്. ഒന്നാണ് ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷൻ, ഒന്നാണ് ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ. സോ എന്തായിരിക്കും ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷൻ? നിങ്ങൾ നോക്കുക, ദ മെമ്മറി അഡ്രസ് സ്പേസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ബ്ലോക്സ്. The process having small address space get lesser number of blocks, and process having big address spaces getting larger number of blocks. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഫിക്സ്ഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി, സപ്പോസ് നമുക്ക് മൊത്തം അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി 1 GB ആണെങ്കിൽ, നമ്മൾ ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷനിൽ ടോട്ടൽ അലോട്ട് ചെയ്ത മെമ്മറിയെ 10 സബ് പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിനും എത്രയായിരിക്കും അതിൻ്റെ കപ്പാസിറ്റി? 100 MB. സോ 100 MBയുടെ 10 ബ്ലോക്കുകളായിട്ട് നമ്മൾ മെമ്മറിയെ എന്താണ് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷൻ. സോ ഇതിൽ എല്ലാ മെമ്മറി സ്പേസും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും, റൈറ്റ്? സോ സെക്കൻഡ് വൺ ആണ് ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ. സോ വാട്ട് ഈസ് മീൻ ബൈ ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ? ആസ് മെൻഷൻഡ് above, the memory address space is divided into fixed block as above. Then later the memory management allocates variable size blocks. Dynamic allocation is from a free list of memory blocks. A description table maintains free block info. വളരെ ക്ലിയർ ആണ്. നമ്മൾ ഫിക്സ്ഡ് ബ്ലോക്കുകളായിട്ടാണ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള മെമ്മറി ബ്ലോക്കുകളായിട്ടാണ് മെമ്മറിയെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷൻ. ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷനിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് മൊത്തം ഇത് മെമ്മറിയെ എങ്ങനത്തെ ഏത് ടൈപ്പ് ഡിവിഷൻസും എന്ത് ചെയ്യാം ആക്കാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒന്നുകൂടി പറയാണ്. സോ 10 GB ആണ് മെമ്മറി എങ്കിൽ ഞാനിപ്പോൾ മേ ബി ഇതിനെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ
ഫസ്റ്റ് പാർട്ട് 5 GB, സെക്കൻഡ് പാർട്ട് 2 GB, തേർഡ് പാർട്ട് 2 GB, ഫോർത്ത് പാർട്ട് 1 GB. ഈ രീതിയിൽ ഞാൻ എൻ്റെ മെമ്മറിയെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിരിക്കാം? ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ. സോ ഇൻ ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ ഈച്ച് മെമ്മറി സ്പേസ് മേ ഹാവ് വേരിയബിൾ സൈസ് ബ്ലോക്സ്. റൈറ്റ്, അപ്പോൾ ഓർത്ത് വയ്ക്കാം, ഇതാണ് ഫസ്റ്റ് ഫങ്ഷൻ മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ ഫംഗ്ഷനാണ് മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി ഒ എസ് ഫംഗ്ഷൻ. സോ വാട്ട് ഈസ് മീൻ ബൈ മെമ്മറി പ്രൊട്ടക്ഷൻ? ഒ എസ് ഫംഗ്ഷനിൽ നിന്ന് മെമ്മറി പ്രൊട്ടക്ഷൻ ചെയ്യണം. അതായത് വളരെ ക്ലിയർ ആണ്, ദ വേരിയസ് ഒ എസ് ഫംഗ്ഷൻസ് ആർ പ്രോഗ്രാം, ഡാറ്റ ആൻഡ് സ്റ്റാക്ക് ആർ ഇൻ ദി പ്രൊട്ടക്റ്റഡ് മെമ്മറി ഏരിയ. ഇറ്റ് മീൻസ് ദാറ്റ് when a user function call attempt to write or read the protected memory space allocated in the OS function, it is blocked and the system generate an error. സോ വളരെ ക്ലിയർ ആണ്, മെമ്മറി പ്രൊട്ടക്റ്റഡ് ഏരിയ, അതായത് കുറേ ഒ എസ് ഫങ്ഷൻ, നമ്മൾ മൊത്തം മെമ്മറി സ്പേസിൽ ഒരു സ്പെസിഫിക് ഏരിയ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് മെമ്മറി എന്ന് പറയും. അതായത് ഒ എസ് ഫങ്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി അലോക്കേഷനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് മെമ്മറി ഏരിയ എന്ന് പറയുന്നത്. സോ ഈ പ്രൊട്ടക്റ്റഡ് മെമ്മറി ഏരിയയിലെ ഇൻഫർമേഷനെ നമ്മൾ എഡിറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവുമെന്നാണ് പറയുന്നത്. സോ ഇതാണ് മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി ഒ എസ് ഫംഗ്ഷൻ. അതായത് നമ്മുടെ ഒ എസ് ഫങ്ഷൻസ്, ഒ എസ് സിസ്റ്റം ഫങ്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി പാർട്ടുകളെ പ്രൊട്ടക്റ്റഡ് മെമ്മറി ഏരിയ എന്ന് പറയുന്നു. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്കീമിനെയാണ് നമ്മൾ മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി ഒ എസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. തേർഡ് ഫംഗ്ഷൻ നിങ്ങൾ നോക്കാം, മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക്. സോ മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ ദ മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി ടാസ്ക് മീൻസ് ദ ടാസ്ക് ഫംഗ്ഷൻ കോൾ cannot attempt to write or read the exclusive area of memory space allocated to another task. നമ്മൾ ഈ സിസ്റ്റം ഫങ്ഷൻസ് പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി നമ്മൾ മെമ്മറിയെ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിസർവ് ചെയ്ത മെമ്മറിയെ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതും പ്രൊട്ടക്റ്റഡ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കാണിക്കും. ഇതിനെയാണ് നമ്മൾ മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക്. അപ്പോൾ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന മെമ്മറി സ്ലോട്ടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്കീമാണ് തേർഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ ഫോർത്ത് വൺ ആണ് മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ. സോ വളരെ ക്ലിയർ ആണ്, അലോക്കേഷൻ ഓഫ് സ്ട്രാറ്റജി ക്യാൻ ബി either be shared by tight coupling between two or more processors or be shared with a loose coupling or multi segment allocations. വളരെ ക്ലിയർ ആണ്, നമ്മൾ ഒന്നോ രണ്ടോ പ്രോസസ്സേഴ്സിന് കോമൺ ആയിട്ട് ഒരു മെമ്മറി ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനെയാണ് മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. സോ വളരെ ക്ലിയർ ആണ്, ഒരേ മെമ്മറി ബ്ലോക്കിനെ രണ്ടിൽ കൂടുതലോ പ്രോസസ്സേഴ്സ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ നാലാമത്തെ ഫംഗ്ഷൻ, മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ. സോ ഇതാണ് നമുക്ക് ജനറലി എന്തിൽ പറയാനുള്ളത്, മെമ്മറി മാനേജ്മെൻറ്റിൽ പറയാനുള്ളത്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ രണ്ട് ടൈപ്പ്, ഫിക്സഡ് ബ്ലോക്ക് അലോക്കേഷനും ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷനും. സോ മെമ്മറിയെ കറക്റ്റ് ഈക്വൽ സൈസസ് ഉള്ള ബ്ലോക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് ഫിക്സഡ് ബ്ലോക്ക് അലോക്കേഷൻ എന്ന് പറയുന്നത്. മെമ്മറിയെ വേരിയബിൾ സൈസായിട്ടുള്ള മെമ്മറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരുന്നു, മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി ഒ എസ് ഫംഗ്ഷൻ. സോ ഒ എസ് ഫംഗ്ഷന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന മെമ്മറി ഏരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. തേർഡ് ഫംഗ്ഷൻ എന്തായിരുന്നു, മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക്. സോ വേരിയസ് ടാസ്കിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന മെമ്മറി സ്പേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ആ മെമ്മറി സ്പേസിലുള്ള ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് തേർഡ് ഫംഗ്ഷൻ, മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക്. ഫോർത്ത് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ. സോ എന്തായിരുന്നു മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ? ഒരു കോമൺ മെമ്മറി സ്പേസിനെ രണ്ടിൽ കൂടുതലോ പ്രോസസ്സേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഒരേ മെമ്മറിയെ മൾട്ടി പ്രോസസ്സേഴ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നാലാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻ ആർട്ടോസ്. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ അടുത്ത നമുക്ക് പറയാനുള്ളത്, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ ഡിവൈസ് മാനേജ്മെൻറ്റ്. സോ വാട്ട് ഈസ് ഡിവൈസ് മാനേജ്മെൻറ്റ്? സോ
എ ഡിവൈസ് മേ ബി എ കീബോർഡ്, ഡിസ്പ്ലേ സിസ്റ്റം, ഡിസ്ക്, പാരലൽ പോർട്ട്, മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ്, network interface card, etc. A device management ensures that a device is accessible to one task only at an instant. വളരെ ക്ലിയർ ആണ്. കുറേ ഡിവൈസസുകൾ നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ട് ഹാർഡ്വെയർസായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിനെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിവൈസ് മാനേജ്മെൻറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ മേ ബി ഡിവൈസ് മാനേജ്മെൻറ്റ് ഒരു 10 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു 12 മാർക്കിൻ്റെയോ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം ചാൻസ് ഉള്ള സെഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിവൈസ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. സോ നമ്മുടെ ഫസ്റ്റ് ഫങ്ഷൻ നിങ്ങൾ നോക്കുക, ഡിവൈസ് ഡിറ്റക്ഷൻ ആൻഡ് അഡീഷൻ. അപ്പോൾ ഞാനൊരു ടേബിൾ വരച്ചിട്ടുണ്ട്. ഈ ടേബിൾ വെച്ച് നമുക്കതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് ഡിവൈസ് ഡിറ്റക്ഷൻ ആൻഡ് അഡീഷൻ. അപ്പോൾ ഇതിൽ ശരിക്ക് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ പോയിന്റ്സ് ആയിട്ട് എഴുതാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡിവൈസ് ഡിറ്റക്ഷൻ ആൻഡ് അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ട്, ആ ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഡിവൈസ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ അഡീഷൻ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ജനറലി ഒരു പുതിയ ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഡിറ്റക്ഷനാണ് ആദ്യം ചെയ്യുക. വെതർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു പെൻ ഡ്രൈവ് ആണോ, അതോ ഒരു പ്രിൻ്ററാണോ, അതുപോലെ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്കാനറാണോ. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ ഡിവൈസായിട്ട് കണക്ട് ചെയ്യുന്നത് അതിന് ഡിറ്റക്ഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റേജ്. സോ നിങ്ങൾ നോക്കുക, ദിസ് പ്രൊവൈഡ്സ് ദി കോഡ്സ് ഫോർ ഡിറ്റക്ടിങ് ദി പ്രസൻസ് ഓഫ് വേരിയസ് ഡിവൈസസ്, ദെൻ ആഡിങ് ദം ഫോർ യൂസ് ഓഫ് OS ഡിവൈസ് ഡ്രൈവർ ഫംഗ്ഷൻ. എ ഡിവൈസ് മാനേജർ മേ പ്രൊവൈഡ് ഫോർ ട്രാക്കിംഗ് ദി ഹാർഡ്വെയർ ഇൻവെൻട്രി. വളരെ ക്ലിയർ ആണ്. നമ്മൾ എന്താണ് ഡിവൈസ് ഡ്രൈവേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ നിങ്ങൾ നോക്കുക, ഡിവൈസ് ഡിലീഷൻ. നമ്മളൊരു ഡിവൈസിനെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തു, നമുക്ക് ആഡ് ചെയ്ത ഡിവൈസിനെ റിമൂവ് ചെയ്യാം. ഇതിനെ നമ്മൾ ഡിവൈസ് ഡിലീഷൻ എന്ന് പറയാം. ദിസ് പ്രൊവൈഡ്സ് ഫോർ കോഡ് ഫോർ വിഡ്രോയിങ് ദി റിസോഴ്സസ് അലോക്കേറ്റഡ് ടു എ ഡിവൈസ്. ദിസ് ഈസ് കോൾഡ് ഡിവൈസ് ഡിലീഷൻ. സോ തേർഡ് വൺ ഈസ് ഡിവൈസ് അലോക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ. നമ്മൾ ഡിറ്റക്ഷൻ ചെയ്തിട്ടുള്ളൂ ഡിവൈസിൻ്റെ. അലോക്കേഷൻ എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജാണ്. വാട്ട് ഈസ് അലോക്കേഷൻ? അലോക്കേറ്റ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് എ പോർട്ട്. ദ ഡിവൈസ് മാനേജർ അലോക്കേറ്റ്സ് ദി ഡിവൈസസ് അറ്റ് ഡിസ്റ്റിങ്ക്ലി ഡിഫറെൻറ്റ് അഡ്രസ്സസ്. വളരെ ക്ലിയർ ആണ്. നമ്മൾ ജനറലി നമ്മളിപ്പോൾ ഒരു ഡിവൈസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചില ഡിവൈസസിന് നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർസ് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് എന്ത് പറയാം? ഡിവൈസ് അലോക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ. അപ്പോൾ നമ്മളെ മെമ്മറിയിൽ ഏത് ഭാഗത്താണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുക, ഇതിന് ഡിവൈസ് അലോക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇതും ഒരു ഡിവൈസ് മാനേജറിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, കുറേ ഫംഗ്ഷൻസ് ഡിവൈസ് മാനേജറിനുണ്ട്. ഒരു 12 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന പാർട്ടാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നാലാമത്തെ ഫംഗ്ഷനാണ് ഡിറ്റാച്ചിങ് ആൻഡ് ഡീ രജിസ്ട്രേഷൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ ഡിവൈസ് ഡിറ്റക്ഷൻ പറഞ്ഞു, ഡിവൈസ് ഡിലീഷൻ പറഞ്ഞു, ഇതേപോലെ ഡിവൈസ് അലോക്കേഷൻ പറഞ്ഞു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിറ്റാച്ചിങ് ആൻഡ് ഡീ രജിസ്ട്രേഷൻ. ഡിറ്റാച്ചിങ് ആൻഡ് ഡീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡിവൈസിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഡിറ്റാച്ചിങ് അല്ലെങ്കിൽ ഡീ രജിസ്ട്രേഷൻ. സോ ഡിറ്റാച്ചസ് ആൻഡ് ഡീ രജിസ്റ്റേഴ്സ് ഡിവൈസസ് ഓർ പോർട്ട്. The device manager include code for detecting any collision between existing address in case of address reallocation of the remaining attached devices. അൺരജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഡീ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷൻ നിങ്ങൾ നോക്കുക, റെസ്ട്രിക്റ്റിംഗ് ഡിവൈസസ് ടു സ്പെസിഫിക് പ്രോസസ്. റെസ്ട്രിക്റ്റിംഗ് എ ഡിവൈസ് ആക്സസ് ടു വൺ പ്രോസസ് ഓൺലി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ഡിവൈസസിൻ്റെ എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ഡിവൈസ് ഷെയറിംഗ്. പെർമിറ്റ് ഷെയറിംഗ് ഓഫ് ആക്സസ് ഓഫ് ഡിവൈസ് ടു സെറ്റ് ഓഫ് പ്രോസസ്സസ് ബട്ട് ടു വൺ പ്രോസസ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിനെ നമുക്ക് 10 പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ 10 പ്രോസസ്സുകളിലേക്കും ഷെയർ ചെയ്യാം, 1 അറ്റ് എ ടൈം. ഇതിനെയാണ് നമ്മൾ ഡിവൈസ് ഷെയറിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പ്രോസസ്സുകളൊക്കെ പറഞ്ഞല്ലേ, 10 പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 പ്രോസസ്സുകളിൽ ഏത് പ്രോസസ്സിലേക്കാണ് ഡിവൈസിന് യൂസ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ഡിവൈസ് ഷെയറിങ്ങിലൂടെ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിവൈസ് കൺട്രോൾ.
ഡിവൈസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ്. സോ ഡിവൈസ് മാനേജർ ക്യാൻ ഓൾസോ പ്രൊവൈഡ് റിമോട്ട് കൺട്രോൾ ഓഫ് ദി ഡിവൈസസ് ഫ്രം റിമോട്ട് സെർവർ അറ്റ് ദി സർവീസ് പ്രൊവൈഡർ. ഇതിൽ പറയുന്നുണ്ട് നമ്മൾ മേ ബി ഡിവൈസസിനെ കണക്ട് ചെയ്ത് വയർലെസ്ലി ആണെങ്കിൽ, ഇപ്പോൾ മൊബൈൽ ഫോൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്തതെങ്കിൽ, അപ്പോൾ ഇതിനെ വയർലെസ്ലി കൺട്രോൾ ചെയ്യുന്നതിനെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാം ഡിവൈസ് കൺട്രോൾ. ഓക്കെ, സോ നെക്സ്റ്റ് ഫംഗ്ഷനാണ് നിങ്ങൾ നോക്കുക, ഡിവൈസ് ആക്സസ് മാനേജ്മെൻറ്റ്. സോ എന്തായിരിക്കും ഡിവൈസ് ആക്സസ് മാനേജ്മെൻറ്റ്? നമുക്ക് ഒരുപാട് രീതിയിൽ ഡിവൈസസിനെ ആക്സസ് ചെയ്യാം. വെദർ ഇറ്റ് ഈസ് എ സീക്വൻഷ്യൽ ആക്സസ്, വെദർ ഇറ്റ് ഈസ് എ റാൻഡം ആക്സസ്, വെദർ ഇറ്റ് ഈസ് എ സെമി റാൻഡം ആക്സസ്, ഓർ വെദർ ഇറ്റ് ഈസ് എ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിവൈസിനെ നമ്മളൊക്കെ എങ്ങനെ ആക്സസ് ചെയ്യാം? സീക്വൻഷ്യലി ആക്സസ് ചെയ്യാം. സോ വാട്ട് ഈസ് സീക്വൻഷ്യൽ ആക്സസ്? വാട്ട് ഈസ് എ റാൻഡം ആക്സസ്? സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബുക്കിലെ പേജുകൾ വായിക്കുന്ന പോലെ, ആ പേജുകൾ വായിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? പേജുകൾ നമ്മൾ വായിക്കുന്നത് 1 by 1 ആയിട്ടാണ്. അപ്പോൾ സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ 100 പേജുള്ള ഒരു ബുക്ക് വായിക്കുന്നത് 1 2 3 4 5 6, അപ്പോൾ 99 കഴിഞ്ഞിട്ടാണ് 100 എത്തുള്ളൂ. അപ്പോൾ നമ്മൾ സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫയൽ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ആ ഫയലിൻ്റെ അഡ്രസ്സ് 100 ആണെങ്കിൽ ഫസ്റ്റ് 99 അഡ്രസ്സും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? 100ാമത്തെ പേജ് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയാം. എന്തായിരിക്കും റാൻഡം ആക്സസ്? നമുക്ക് ഇതേ എക്സാമ്പിൾ പറയാം. നമുക്ക് 100 പേജുള്ളൊരു ബുക്കാണ്. ഈ 100 പേജുള്ളൊരു ബുക്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി 76ാമത്തെ പേജ് ആക്സസ് ചെയ്യണം. ഇതിനെ നമുക്ക് എന്ത് പറയാം? റാൻഡം ആക്സസ്. അപ്പോൾ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് സീക്വൻഷ്യൽ ആക്സസ്? നമ്മൾ 10ാമത്തെ പ്രോസസ്സാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ 9 പ്രോസസ്സ് ആക്സസ് ചെയ്തതിന് ശേഷം മാത്രമേ 10ാമത്തെ പ്രോസസ്സ് ആക്സസ് ചെയ്യുന്നുള്ളെങ്കിൽ ഇത് നമുക്ക് സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയാം. റാൻഡം ആക്സസ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഏത് പ്രോസസ്സും നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് 7th ആണ് ആക്സസ് ചെയ്യേണ്ടെങ്കിൽ ഫസ്റ്റ് 6 പ്രോസസ്സ് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് 7th ആക്സസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതാണ് റാൻഡം ആക്സസ്. അടുത്താണ് സെമി റാൻഡം ആക്സസ്. സോ വാട്ട് ഈസ് സെമി റാൻഡം? സെമി റാൻഡം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫയല് 10 ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 10 ഗ്രൂപ്പുകൾ. ഈ ഓരോ 10 ഗ്രൂപ്പിലും 20 സബ്സെക്ഷൻസ് ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ഞാൻ പറയുന്നത് നമ്മളെ പ്രോസസ്സിന് ഇപ്പോൾ ടിപ്പിക്കലി ഒരു 10 പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ ഈ ഓരോ 10 പ്രോസസ്സുകൾക്കും 20 സബ് പാർട്ടുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ആക്സസ് ചെയ്യാം? നമുക്ക് ഈ 10 പ്രോസസ്സുകളെ നമുക്ക് റാൻഡമായിട്ട് ആക്സസ് ചെയ്യാം. 20 പ്രോസസ്സുകളെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? സീക്വൻഷ്യലി ആക്സസ് ചെയ്യാം. അപ്പോൾ സെമി റാൻഡം എന്ന് പറഞ്ഞാൽ ഇത് ഒരേ സമയം റാൻഡം ആയിരിക്കും, അതുപോലെ എന്തായിരിക്കും? സീക്വൻഷ്യൽ ആയിരിക്കും. അപ്പോൾ എങ്ങനെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് 1 2 3 4 5 5 പ്രോസസ്സുകളുണ്ട്. ഈ 5 പ്രോസസ്സുകളിൽ എനിക്ക് വേണമെങ്കിൽ ആദ്യം എന്ത് ആക്സസ് ചെയ്യാം? 4 ആക്സസ് ചെയ്യാം. ഈ 4നുള്ളിൽ 20 പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സുകൾ എനിക്ക് എങ്ങനെ ആക്സസ് ചെയ്യേണ്ടി വരും? 1 by 1 ആയിട്ട് ആക്സസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരേ സമയം സീക്വൻഷ്യൽ ആക്സസ് നടക്കുന്നുണ്ട്, റാൻഡം ആക്സസ് നടക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും സെമി റാൻഡം ആക്സസ്. ഓക്കെ, അടുത്തതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഇതിന് സീരിയൽ കമ്മ്യൂണിക്കേഷൻ പാറ്റേണിൽ നമുക്ക് ഡിവൈസിനെ മാനേജ് ചെയ്യാം. എന്തായിരിക്കും സീരിയൽ കമ്മ്യൂണിക്കേഷൻ? സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഓൾറെഡി അറിയാലോ, സീരിയൽ കമ്മ്യൂണിക്കേഷനും പാരലൽ കമ്മ്യൂണിക്കേഷനും. സോ 2 ഡിവൈസസ് ഉണ്ടെങ്കിൽ 2 ഡിവൈസിനെ കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ വയർ വഴിയാണ് അല്ലേ. സോ ഒരു 10 ബിറ്റ് ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ആക്സസ് ചെയ്യുക? 1 by 1 ആയിട്ടാണ് ആക്സസ് ചെയ്യുക. സോ ഇതിനെ നമുക്ക് ജനറലി എന്ത് പറയാം? ഡിവൈസ് ആക്സസ് മാനേജ്മെൻറ്റിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം അല്ലേ. അടുത്താണ് ഡിവൈസ് ബഫർ മാനേജ്മെൻറ്റ്. ഈ വേർഡ് തന്നെ നമുക്ക് ക്ലിയർ ആണ്. എന്താണ് ബഫർ? ബഫർ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് വെയിറ്റിംഗ് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഡിവൈസ് ഹാർഡ്വെയർ മേ ബി ഹാവ് എ സിംഗിൾ ബൈറ്റ് ബഫർ ഓർ ഡബിൾ ബഫർ ഓർ 8 byte buffer. A device buffer management uses a memory manager to buffer the input-output data system from the device that sends data and manages the computation without wait the buffer receive the data at a slow rate. അപ്പോൾ ഏറ്റവും ക്വിക്കറായിട്ട് ഡാറ്റയെ ആക്സസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റ ബഫർ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഓർത്ത് വയ്ക്കുക. അടുത്തതാണ് ഡിവൈസ് ക്യൂ മാനേജ്മെൻറ്റ്. സോ വാട്ട് ഈസ് ഡിവൈസ് ക്യൂ മാനേജ്മെൻറ്റ്? പറയാൻ പറ്റുമോ? ഡിവൈസ് ക്യൂ, ആ വേർഡ് തന്നെ ക്ലിയർ ആണ്. ഡിവൈസ് ക്യൂ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഡിവൈസ് മാനേജർ ഓർഗനൈസസ് ദി ഡിവൈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡാറ്റ സ്ട്രീം ഓഫ് ഡിവൈസ് ക്യൂ, സർക്കുലർ ക്യൂ ഓർ ബ്ലോക്ക് ഓഫ് ക്യൂ. വളരെ ക്ലിയർ ആണ്. നമുക്ക്
മൾട്ടിപ്പിൾ ഡിവൈസസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ നമ്മൾ വരുമ്പോൾ ഹൈ പ്രയോറിറ്റി പ്രോസസ്സിനെ വെയിറ്റ് ചെയ്യിക്കുന്ന പോലെ ഇതാണ് ഡിവൈസ് ക്യൂ മാനേജ്മെൻറ്റ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസസ് വരുന്ന സമയത്ത് നമ്മൾ ഓരോ ഡിവൈസിനും ഒരു പ്രയോറിറ്റി കൊടുക്കും. ആ പ്രയോറിറ്റിയിലായിരിക്കും നമ്മൾ ഡിവൈസസിനെ ആക്സസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജനറലി പറയാം ദിസ് ഈസ് എ ഡിവൈസ് ക്യൂ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എത്ര ഫങ്ഷൻസ് പറഞ്ഞു നിങ്ങൾ നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞു ഡിവൈസ് ഡിറ്റക്ഷൻ ആൻഡ് അഡീഷൻ, ഡിവൈസ് ഡിലീഷൻ, ഡിവൈസ് അലോക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ, ഡിറ്റാച്ചിങ് ആൻഡ് ഡീരജിസ്ട്രേഷൻ, റെസ്ട്രിക്റ്റിംഗ് ഡിവൈസസ് ടു സ്പെസിഫിക് പ്രോസസ്, ഡിവൈസ് ഷെയറിംഗ്, ഡിവൈസ് കൺട്രോൾ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അടുത്തതാണ് ഡിവൈസ് ആക്സസ് മാനേജ്മെൻറ്റ്, ഇത് പറഞ്ഞു. ഡിവൈസ് ബഫർ മാനേജ്മെൻറ്റ്, ഡിവൈസ് ക്യൂ മാനേജ്മെൻറ്റ്. ഇനി നിങ്ങൾ നോക്കുക, ലാസ്റ്റ് ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിവൈസ് ഡ്രൈവർ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഡിവൈസ് മാനേജറിൻ്റെ അടുത്ത ഫംഗ്ഷനാണ് ഡിവൈസ് ഡ്രൈവർ. ഡിവൈസ് ഡ്രൈവർ എന്നുള്ള കീവേഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഡിവൈസ് മാനേജർ മാനേജസ് ദി ഡിവൈസ് ഡ്രൈവേഴ്സ്. നമ്മൾ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് 4th മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്, കുറേ ഡിവൈസ് ഡ്രൈവർ ഫംഗ്ഷൻസ്. അപ്പോൾ ഡിവൈസ് ഡ്രൈവർ ആയിട്ട് എന്ത് ആക്ട് ചെയ്യും? ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് കമാൻഡ് ആയിരിക്കും. ഡിവൈസ് മാനേജർ എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ഓഫ് ഇൻ്റർഫേസ് വിത്ത് ഡിവൈസ് ഹാർഡ്വെയർ ത്രൂ ദി ബസ്സസ് ഇൻ വൺ ഹാൻഡ് and for the interface with the OS and application program on another hand. The software command for read and write enable the read and write functions through ISR. The interface software of OS enable creation, connection, binding, opening and closing the file. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഡിവൈസ് മാനേജറിലേക്ക് വേണ്ട സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയാം. അപ്പോൾ ഡിവൈസ് ഡ്രൈവറിൽ നമുക്ക് കുറേ കമാൻഡ്സ് ഉണ്ടാവും. ഈ കമാൻഡ്സ് വെച്ച് നമുക്ക് ഡിവൈസസിന് എന്ത് ചെയ്യാം? ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. അടുത്താണ് ഡിവൈസ് ഡ്രൈവർ അപ്ഡേറ്റിംഗ്. സോ വാട്ട് ഈസ് അപ്ഡേറ്റിംഗ്? ഇത് ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വരാം, അതിനെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഡിവൈസ് ഡ്രൈവർ അപ്ഡേറ്റിംഗ്. ദ ഡിവൈസ് മാനേജർ ക്യാൻ ഓൾസോ പ്രൊവൈഡ് ഫോർ അപ്ഡേറ്റിംഗ് ദി ഡ്രൈവർ സോഫ്റ്റ്വെയർ ഫ്രം ഇൻ്റർനെറ്റ് ആൻഡ് അപ്ലോഡിംഗ് ന്യൂ ഡിവൈസ് ഫങ്ഷൻസ് വിച്ച് വിൽ അവൈലബിൾ അറ്റ് ലേറ്റർ ഡേറ്റ്. ഇതാണ് ഡിവൈസ് ഡ്രൈവർ അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റാണ് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോറേഷൻ. സോ ഡിവൈസ് മാനേജർ ക്യാൻ ഓൾസോ പ്രൊവൈഡ് ദി ബാക്കപ്പ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ഡ്രൈവർ. വളരെ ക്ലിയർ ആണ്, നമ്മൾ ഡ്രൈവറിൻ്റെ ബാക്കപ്പ്, അതിൽ ഡാറ്റയുടെ ബാക്കപ്പ് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഡാറ്റയെ റീസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇത്രയും ഫങ്ഷൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എത്ര ഫങ്ഷൻസ് ഉണ്ട് നിങ്ങൾ നോക്കുക? 1 2 3 4 ഓൾമോസ്റ്റ് 12-13 ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. ഇതാണ് ഡിവൈസ് ഡ്രൈവർ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം, അറ്റ്ലീസ്റ്റ് ഹെഡിങ്ങുകൾ കറക്റ്റായിട്ട് പഠിക്കുക, ഇത് വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇത് 12 മാർക്കിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. സോ വാട്ട് ആർ ദി വേരിയസ് OS കമാൻഡ് ഫങ്ഷൻസ് ഫോർ എ ഡിവൈസ്? അതാണ് പഠിക്കാനുള്ളത്. സോ ദ വേരിയസ് കമാൻഡ്സ് ആർ ക്രിയേറ്റ് ആൻഡ് ഓപ്പൺ, റൈറ്റ്, റീഡ്, IOCTL എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ എന്നാണ്, ക്ലോസ് ആൻഡ് ഡിലീറ്റ്. നമുക്ക് നോക്കാം. ക്രിയേറ്റ് ആൻഡ് ഓപ്പൺ എന്തായിരിക്കും? നമ്മളൊരു ഡിവൈസ് ഡ്രൈവറിനെ കുറിച്ചാണ് പറയുന്നത്. സോ ക്രിയേറ്റ് എന്നുള്ള ഫംഗ്ഷനാണ് ക്രിയേറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ എന്നുള്ള ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്ത ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനാണ് ഓപ്പൺ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് കമാൻഡ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, ക്രിയേറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത് പുതിയൊരു ഡിവൈസിനെ ക്രിയേറ്റ് ചെയ്യാനും ഓപ്പൺ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഫയലിനെ അല്ലെങ്കിൽ ഡിവൈസിനെ ഓപ്പൺ ചെയ്യാനുമാണ് ഓപ്പൺ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ബോത്ത് ആർ കോൺഫിഗറിങ് ആൻഡ് ഇനീഷ്യലൈസിങ് ദി ഡിവൈസ്. നെക്സ്റ്റ് ആണ് റൈറ്റ്. സോ റൈറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത് റൈറ്റ് ഇൻ ടു ഡിവൈസ് ബഫർ ഓർ സെൻഡ് ഔട്ട്പുട്ട് ടു എ ഡിവൈസ്. ഒരു ഡിവൈസിലേക്ക് ഔട്ട്പുട്ടിനെ സെൻഡ് ചെയ്യാനാണ് റൈറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് റീഡ്? റീഡ് ഫ്രം എ ഡിവൈസ് ഓർ റീഡ് ഇൻപുട്ട് ഫ്രം എ ഡിവൈസ്. ഓൾറെഡി നമ്മുടെ ഡിവൈസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ റീഡ് ചെയ്യാനാണ് റീഡ് എന്നുള്ള കമാൻഡ്. IOCTL അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ, സ്പെസിഫൈഡ് ഡിവൈസ് കോൺഫിഗർഡ് ഫോർ സ്പെസിഫിക് ഫങ്ഷൻസ് ആൻഡ് ഗിവൺ സ്പെസിഫിക് പാരാമീറ്റേഴ്സ്. ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത ഒരു ഡിവൈസിലേക്ക് കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ. ഇപ്പോൾ അതിൻ്റെ റണ്ണിങ് ടൈം, അതുപോലെ അത് ഏത് സമയത്ത് എത്ര സമയം റൺ ചെയ്യണം, അതിൻ്റെ പെർമിഷൻ എങ്ങനെയാണ്, റീഡ് റൈറ്റ് ആണോ, റീഡ് ഓൺലി ആണോ, ഹിഡൻ ആണോ,
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് IOCTL എന്നുള്ള കമാൻഡ്. സോ കുറേ സ്പെസിഫിക് ഫങ്ഷൻസ് ഡിവൈസിലേക്ക് ആഡ് ചെയ്യാനാണ് നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ക്ലോസ് ആൻഡ് ഡിലീറ്റ്. സോ ക്ലോസ് ഈസ് ഫോർ ഡീരജിസ്റ്ററിങ് ദി ഡിവൈസ് ഫ്രം സിസ്റ്റം ആൻഡ് ഡിലീറ്റ് ഈസ് ഫോർ ക്ലോസ് ആൻഡ് ഡിറ്റാച്ചിങ് ദ ഡിവൈസ്. നമ്മൾ ക്രിയേറ്റ് ആൻഡ് ഓപ്പണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓപ്പണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്ലോസ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഫയല് ഓപ്പൺ ചെയ്തിരുന്നു. ആ ഓപ്പൺ ചെയ്ത ഫയലിനെ ക്ലോസ് ചെയ്യാനാണ് ക്ലോസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ക്രിയേറ്റ് ചെയ്ത ഫയലിനെ ഡിലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഡിലീറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇത്രയും കമാൻഡുകളാണ് ഡിവൈസ് ഡ്രൈവറിൽ നമ്മൾ OS കമാൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചോദിക്കാറുണ്ട് ഡിവൈസ് ഡ്രൈവേഴ്സിൻ്റെ കമാൻഡ്സ് എന്തൊക്കെയാണെന്ന്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫയൽ സിസ്റ്റം ഓർഗനൈസേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. അടുത്ത ഫംഗ്ഷനാണ്. A file is a named entity on memory card, magnetic or optical disk or system memory. File contain data, character, text. It may also mix of these. വളരെ ക്ലിയർ ആണ്. ഫയൽ എന്ന് പറഞ്ഞത് നമ്മൾ ഏതർ ഇറ്റ് മേ ബി ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡ്, CD, നമ്മൾ എന്തിലാണോ ഡാറ്റ സ്റ്റോർ ചെയ്തത് അതിനൊക്കെ നമുക്ക് ഫയൽ എന്ന് പറയാം. ഫയലിൽ ഒരേപോലെ ഡാറ്റാസ് ഉണ്ടാവും, ക്യാരക്ടേഴ്സ് ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് മൂന്നിൻ്റെയും കൂടി മിക്സ് ആയിരിക്കും ഒരു ഫയൽ എന്ന് പറയുന്നത്, അല്ലേ? റൈറ്റ്. സോ ഈച്ച് OS മേ ഹാവ് ഡിഫറിങ് അബ്സ്ട്രാക്ഷൻ ഓഫ് ഫയൽ. കുറേ രീതിയിൽ നമുക്ക് ഫയലിനെ ഡിഫൈൻ ചെയ്യാം. സോ എ ഫയൽ മേ ബി നെയിംഡ് എൻറ്റൈറ്റി ദാറ്റ് എ സ്ട്രക്ചറൽ റെക്കോർഡ് ഓൺ എ ഡിസ്ക് ഹാവിങ് റാൻഡം ആക്സസ് ഇൻ സിസ്റ്റം. നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്യുന്ന ഒരു നെയിംഡ് എൻറ്റൈറ്റിനെ നമുക്ക് ഫയൽ എന്ന് പറയാം. അതൊരു സ്ട്രക്ചറൽ റെക്കോർഡായിരിക്കും. സ്ട്രക്ചറൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ ഒരു സ്പെസിഫിക് സൈസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറൽ റെക്കോർഡായിരിക്കും ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ. ഓർ എ ഫയൽ ക്യാൻ ബി എ സ്ട്രക്ചറൽ റെക്കോർഡ് ഓൺ RAM ആൻഡ് ഇറ്റ് മേ ഓൾസോ കോൾഡ് RAM ഡിസ്ക്. റാൻഡം ആക്സസ് മെമ്മറിയിൽ നമ്മൾ സ്ട്രക്ചറലി റെക്കോർഡ് ചെയ്ത ഒരു ഒന്നിനെയാണ് നമ്മൾ ഫയൽ എന്ന് പറയുന്നത്. അതും എക്സാക്ട്ലി ഫയലാണ്. ഓർ എ ഫയൽ മേ ബി an unstructured record of bits or bytes. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് നമ്മുടെ ഹാർഡ് ഡിസ്കിലും റാമിലൊക്കെ സ്ട്രക്ചർ റെക്കോർഡായിട്ട് ഫയൽ വർക്ക് ചെയ്യും. അതുപോലെ ഫയൽ മേ ബി an unstructured record of bytes and bits. വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ എല്ലാ ഫയൽസിനും ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കാം മേ ബി. അപ്പോൾ നമുക്കതിന് ജനറലി പറയാം ഇറ്റ് ഈസ് അൺസ്ട്രക്ചേർഡ് റെക്കോർഡ്. ഓരോ സൈസിനും എന്താണ്, അല്ലെങ്കിൽ ഒരു 100 ഫയൽസ് ഉണ്ടെങ്കിൽ 100നും ഡിഫറെൻറ്റ് സൈസ് ആണെങ്കിൽ ഇത് അൺസ്ട്രക്ചേർഡ് റെക്കോർഡ്സ് ഓഫ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ആണ്. എ ഫയൽ ഈസ് ആൻ വിർച്വൽ ഡിവൈസ് സച്ച് ആസ് പൈപ്പ് ലൈക്ക് ഡിവൈസസ്. ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിലെ പൈപ്പ് എന്നുള്ള ഡിവൈസ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിരുന്നു. അതിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫയൽ യൂസ് ചെയ്യും. എ ഫയൽ ഡിവൈസ് മേ ബി എ സോക്കറ്റ് ലൈക്ക് ഡിവൈസ് ഫോർ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. സോക്കറ്റ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിലെ സോക്കറ്റ് പോലെ ആണ് ഫയൽ ഡിവൈസ് ആക്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെ വേരിയസ് ഡെഫിനിഷൻസ് ആണ്, വേരിയസ് അബ്സ്ട്രാക്ഷൻസ് ആണ് ഫയലിൻ്റെ. ഓർത്ത് വയ്ക്കാം. ഓക്കെ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫയൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. ഇത് ചോദിക്കാറുണ്ട്. ഫയൽ മാനേജ്മെൻറ്റിന് നമ്മൾ ഏതൊക്കെ OS ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ യൂണിക്സ് കമാൻഡ്സ് നമ്മൾ പറയുന്നത് ഒന്ന് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഫങ്ഷനിങ് ഫോർ ക്രിയേറ്റിംഗ് ദി ഫയൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഓപ്പൺ യൂസ് ചെയ്യുന്നത്. റൈറ്റിംഗ് ഇൻ ടു ദി ഫയലിലേക്ക് ഡാറ്റയെ റൈറ്റ് ചെയ്യാനാണ് റൈറ്റ് എന്നുള്ള കമാൻഡ്. റീഡ് അതുപോലെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഫയൽ റീഡ് ചെയ്യാനാണ് റീഡ് എന്നുള്ള കമാൻഡ്. സീക്ക് ലിസ്റ്റ് ഓർ സെറ്റ് ദി പോയിന്റർ. സെറ്റിംഗ് ദി പോയിന്റർ ഫോർ അപ്രോപ്രിയേറ്റ് പ്ലേസ് ഇൻ ദി ഫയൽ ഫോർ നെക്സ്റ്റ് റീഡ് ഓർ റൈറ്റ്. വളരെ ക്ലിയർ ആണ്. നമ്മൾ ഓൾറെഡി എന്താണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഇപ്പോൾ ഒരുപാട് ഫയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പോയിന്റർ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്ക് 89ാമത്തെ ഫയലാണ് ആക്സസ് ചെയ്യുമെങ്കിൽ സീക്ക് ലിസ്റ്റ് എന്നുള്ള കമാൻഡ് വഴി നമുക്ക് 89ാമത്തെ ഫയൽ യൂസ് ചെയ്യാം. ഇതിലാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ക്ലോസ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയലിനെ ക്ലോസ് ചെയ്യാനാണ് ക്ലോസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ആണ് different types of file system. So there are two types of file system basically. First one is a block file system and second one is a byte stream file system.
സോ ആ വേർഡ് തന്നെ ക്ലിയർ ആണ്. ബ്ലോക്ക് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹിയർ ദി ഒ എസ് ആപ്ലിക്കേഷൻ ജനറേറ്റ് ദി റെക്കോർഡ് ടു ബി സേവ്ഡ് ഇൻ ടു ദി മെമ്മറി. These are first structured into a suitable format and translate into block. A file pointer to block from start to end of the file. അപ്പോൾ എന്താണ് ബ്ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ബ്ലോക്ക് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന റെക്കോർഡ്സ് നമ്മൾ മെമ്മറിയിലേക്ക് സേവ് ചെയ്യും. ഈ റെക്കോർഡ്സിനെയാണ് നമ്മൾ ബ്ലോക്ക് ഫയൽ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ഒ എസ് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറേ സിസ്റ്റം ഫയൽസ് ഉണ്ടാവും. ഈ ഫയൽസൊക്കെ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു സ്പെസിഫിക് ബ്ലോക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ബ്ലോക്ക് ഫയൽ സിസ്റ്റം എന്ന് പറയുക. സോ ബ്ലോക്ക് ഫയൽ സിസ്റ്റം ഈസ് റിലേറ്റഡ് വിത്ത് ഒ എസ് ആപ്ലിക്കേഷൻ, റൈറ്റ്. അടുത്താണ് ബൈറ്റ് സ്ട്രീം ഫയൽ സിസ്റ്റം. ഹിയർ ദി ആപ്ലിക്കേഷൻ ജനറേറ്റ് റെക്കോർഡ് സ്ട്രീം. ദി സ്ട്രീംസ് ആർ ടു ബി സേവ്ഡ് ഇൻ ടു മെമ്മറി, ദെൻ ഫസ്റ്റ് സ്ട്രക്ചേർഡ് ഇൻ ടു സ്യൂട്ടബിൾ ഫോർമാറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് ഇൻ ടു ബൈറ്റ് സ്ട്രീം. എ പോയിൻറ്റർ പോയിന്റ് ടു ബൈറ്റ് ഫ്രം സ്റ്റാർട്ട് ഇൻഡെക്സ് ഓഫ് 0 to n-1 ഇൻ എൻ ഫയൽ സിസ്റ്റം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഒ എസിന് പകരം ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് റെക്കോർഡ് സ്ട്രീംസ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമുക്ക് ബൈറ്റ് സ്ട്രീം ഫയൽ സിസ്റ്റം എന്ന് പറയാം. സോ ഇത് ഒരു കറക്റ്റ് സ്ട്രക്ചർ ആയിരിക്കും, ഒരു സ്യൂട്ടബിൾ ഫോമാറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു n ബൈറ്റ് ഫയൽ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് 0 തൊട്ട് n-1 വരെയുള്ള ഇൻഡെക്സ് ആയിരിക്കും ഫയൽസിനുണ്ടാവുക. ഒരു വളരെ ക്ലിയർ ആണ്, 100 ബിറ്റ്സ് ആണെങ്കിൽ 0 to 99 ബിറ്റ്സ് ആയിരിക്കും ആ രീതിയിലായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയാണ് ഫയൽ സിസ്റ്റംസ് ഇരിക്കുന്നത്. ദർ ആർ 2 types of file system. Blocked file system is related with OS and byte stream file system is related with application software. സോ ഫയൽ സിസ്റ്റത്തിലെ ലാസ്റ്റ് ടോപ്പിക്ക് ഫയൽ ഡിസ്ക്രിപ്റ്റർ. അപ്പോൾ ഒരു ഫയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക നിങ്ങൾക്ക് തന്നെ അറിയാം. ആ ഫയലിൽ ഒരു നെയിം ഉണ്ടാവും, അതിനൊരു ഫോർമാറ്റ് ഉണ്ടാവും, അത് എന്ന് ജനറേറ്റ് ചെയ്തു എന്നുണ്ടാവും, റൈറ്റ്, എന്ന് മോഡിഫൈ ചെയ്തു എന്നുണ്ടാവും. ഓക്കെ, അതിൻ്റെ പെർമിഷൻ എങ്ങനെയാണെന്നുണ്ടാവും, റീഡ് ഓൺലി ആണോ ഹിഡൻ ആണോ, നമുക്ക് ഓൾറെഡി നമ്മൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഫയൽ ഡിസ്ക്രിപ്റ്ററിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഫയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിറ്റി. So what is identity? The name by which the file is identified in the application. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഓൾറെഡി നമ്മളെ ഫയലിൽ കൊടുത്തിരിക്കുന്ന നെയിമിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ദ നെയിം ബൈ വിച്ച് ദ ഫയൽ ഈസ് ഐഡൻറ്റിഫൈഡ് ഇൻ ദി ആപ്ലിക്കേഷൻ. ക്രിയേറ്റർ ഓർ ഓണർ രണ്ടാമത്തെ ഫയൽ ഡിസ്ക്രിപ്റ്ററാണ്. ദ പ്രോസസ് ബൈ വിച്ച് ഇറ്റ് വാസ് ക്രിയേറ്റഡ്. സോ ഈ ക്രിയേറ്റർ ഓർ ഓണർ എന്ന് പറഞ്ഞാൽ അത് ആരാണ് ജനറേറ്റ് ചെയ്തത്, അതിൻ്റെ മാനുഫാക്ചറർ ആരാണ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്രിയേറ്റർ ഓർ ഓണർ. സ്റ്റേറ്റ്. എ സ്റ്റേറ്റ് ക്യാൻ ബി ക്ലോസ്ഡ്, അച്ചീവ്ഡ്, ഓർ ഓപ്പണിംഗ് എക്സിക്യൂട്ടിംഗ് ഫയൽ ഓർ ഓപ്പൺ ഫയൽ ഫോർ അഡീഷൻ. വളരെ ക്ലിയർ ആണ് എന്താണ് അതിൻ്റെ കറണ്ട് സ്റ്റേറ്റ്. അതായത് വളരെ ക്ലിയർ ആണ്, നമ്മൾ ഓൾറെഡി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ആ ക്രിയേറ്റ് ചെയ്ത ഫയലിൽ മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ, എഡിറ്റിംഗ് വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തിലുണ്ടാവുക, സ്റ്റേറ്റിലുണ്ടാവുക, റൈറ്റ്. അടുത്താണ് ലോക്ക് ആൻഡ് പ്രൊട്ടക്ഷൻ ഫീൽഡ്. സോ എന്താണ് ലോക്ക് ആൻഡ് പ്രൊട്ടക്ഷൻ ഫീൽഡ് നിങ്ങൾക്ക് അറിയാം. സോ O_RDWR റീഡ് റൈറ്റ്, ഫയൽ ഓപ്പൺ വിത്ത് റീഡ് ആൻഡ് റൈറ്റ് പെർമിഷൻ. O_RD ഓൺലി റീഡ് ഓൺലി, O_WR ഓൺലി റൈറ്റ് ഓൺലി. 3 ഫോമാറ്റ് ഉള്ളത്. വെദർ ഇറ്റ് ഈസ് റീഡ് ഓൺലി, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓൺലി, വെദർ ഇറ്റ് ഈസ് റീഡ് റൈറ്റ്. സോ ഏത് രീതിയിലാണ് നമ്മളെ ഫയൽസ് ഇരിക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ലോക്ക് ആൻഡ് പ്രൊട്ടക്ടറി ഫീൽഡ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഇതിൻ്റെ ഒരു ഓണർ ക്രിയേറ്റ് ചെയ്ത ഫയൽ റീഡ് ഓൺലി രൂപത്തിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫയലിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ റീഡ് റൈറ്റ് മോഡലാണെങ്കിൽ നമുക്ക് ഒരേ സമയം ആ ഫയലിന് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതാണ് ലോക്ക് ആൻഡ് പ്രൊട്ടക്ഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫയൽ ഇൻഫോ. കറണ്ട് ലെങ്ത് വെൻ ക്രിയേറ്റഡ്, വെൻ ലാസ്റ്റ് മോഡിഫൈഡ്, വെൻ ലാസ്റ്റ് ആക്സസ്ഡ്. ഫയൽ ഇൻഫോ എന്ന് പറഞ്ഞാൽ ഈ ഫയലിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. എത്രയാണ് അതിൻ്റെ സൈസ്, ലെങ്ത് എത്രയാണ്, എന്നാണ് ക്രിയേറ്റ് ചെയ്തത്, എന്നാണ് ലാസ്റ്റ് മോഡിഫൈ ചെയ്തത്, എന്നാണ് ലാസ്റ്റ് ആക്സസ് ചെയ്തത്, ഇതുപോലത്തെ കുറേ ഇൻഫർമേഷൻസ് എന്തിലുണ്ടാവും, ഫയൽ ഇൻഫോയിലുണ്ടാവും അല്ലേ. അടുത്താണ് ഷെയറിംഗ് പെർമിഷൻ. ഇറ്റ് ക്യാൻ ബി ഷെയർഡ് ഫോർ എക്സിക്യൂഷൻ, റീഡിങ്, റൈറ്റിംഗ്. ഇതിനാണ് നമ്മൾ ഷെയറിംഗ് പെർമിഷൻ എന്ന് പറയാം. അതായത് അത് ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ അത് ഓൾറെഡി ഫയൽ ഡിസ്ക്രിപ്റ്ററിൽ ഉണ്ടാവും. കൗണ്ട്.
കൗണ്ട് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഡയറക്ടറീസ് റെഫറിങ് ടു ഇറ്റ്, എത്ര തവണ ഓപ്പണിംഗ് വന്നിട്ടുണ്ട്, എത്ര പേരത് റെഫർ ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൗണ്ട് എന്ന് പറയുന്നത്. സ്റ്റോറിങ് മീഡിയ ഡീറ്റെയിൽസ്, ബ്ലോക്ക് ട്രാൻസ്ഫറബിൾ പെർ ആക്സസ്, വളരെ ക്ലിയർ ആണ്. എത്ര, അതായത് അതിൻ്റെ ആക്സസിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് സ്റ്റോറിങ് മീഡിയ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, വിച്ച് ഇൻക്ലൂഡ് ബ്ലോക്സ് ട്രാൻസ്ഫറബിൾ പെർ ആക്സസ്. അപ്പോൾ എത്ര തവണ നമ്മുടെ ഫയൽ ആക്സസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ആ മൊത്തം ഫയലിൽ ഏതൊക്കെ ബ്ലോക്കുകൾ ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും സ്റ്റോറിങ് മീഡിയ ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഓർത്ത്. സോ സ്റ്റുഡൻസ്, നമുക്കിനി പഠിക്കാനുള്ളത് പ്രോസസ് മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ഡിവൈസ് മാനേജ്മെൻറ്റ്, അതുപോലെ എന്താണ് ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്, അതുപോലെ എന്താണ് മെമ്മറി മാനേജ്മെൻറ്റ് എന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ പ്രോസസ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറേ ബേസിക് കാര്യങ്ങൾ അറിയണം. നമ്മൾ ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റുകൾ തന്നെയാണ് മുന്നത്തെ ക്ലാസ്സുകളിൽ. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു പ്രോസസ്സുകളിൽ ജനറലി 5 സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ന്യൂ സ്റ്റേറ്റ്, ഒന്നാണ് റെഡി സ്റ്റേറ്റ്, ഒന്ന് റണ്ണിങ് സ്റ്റേറ്റ്, ഒന്ന് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്, ഒന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ന്യൂ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ജനറലി ദ പ്രോസസ് ഈസ് ബീങ് ക്രിയേറ്റഡ്, ഒരു ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുക. റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിന് മുന്നേറ്റൊരു സ്റ്റേറ്റ് ഉണ്ട് റെഡി സ്റ്റേറ്റ്. ദ പ്രോസസ് ഈസ് വെയിറ്റിംഗ് ടു ബി അസൈൻ ടു എ പ്രൊസസ്സർ. അപ്പോൾ ന്യൂ സ്റ്റേറ്റിന് ശേഷം എനിക്ക് വരുന്ന സ്റ്റേറ്റ് ആയിരുന്നു റെഡി സ്റ്റേറ്റ്. റെഡി സ്റ്റേറ്റിന് ശേഷം എനിക്ക് വരുന്ന സ്റ്റേറ്റ് ആയിരുന്നു റണ്ണിങ് സ്റ്റേറ്റ്. സോ റെഡി സ്റ്റേറ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോകും. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ജനറലി 2 കേസസ് വരാം. ഒന്നെങ്കിൽ റണ്ണിങ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെർമിനേറ്റഡ് സ്റ്റേറ്റ് ആവും. റണ്ണിങ് സ്റ്റേജ് എന്നുള്ളത് എന്തെങ്കിലും പ്രീഎംഷൻസ് വരികയാണെങ്കിൽ ഇതെന്താവും, തിരിച്ച് റെഡി സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും. ഒരു ഇൻട്രപ്റ്റ് വരികയാണെങ്കിൽ റെഡി സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും. റണ്ണിങ് സ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഒക്കെ അറിയുകയാണെങ്കിൽ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു. ന്യൂ സ്റ്റേറ്റ്, റെഡി സ്റ്റേറ്റ് പ്രോസസ്സ് ചെയ്ത റണ്ണിങ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയ ടെർമിനേറ്റഡ് സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ് ഇൻട്രപ്റ്റുകൾ വന്ന് അല്ലെങ്കിൽ ഒരു പ്രീഎംഷൻ നടക്കുകയാണെങ്കിൽ റെഡി സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റ് വരികയാണെങ്കിൽ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫിഗറിലൂടെ. പിന്നെ നമ്മൾ പറഞ്ഞു വാട്ട് ആർ ദി വേരിയസ് പ്രോസസ്സിംഗ് ഷെഡ്യൂളിംഗ്. നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ എടുത്ത ടോപ്പിക്കാണ് പ്രോസസ് ഷെഡ്യൂളിംഗ്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയും പ്രോസസ് ഷെഡ്യൂളിംഗ് പഠിച്ചു. FCFS എന്തായിരുന്നു? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. അടുത്തായിരുന്നു SJF എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. റൗണ്ട് റോബിൻ പഠിച്ചു. അതുപോലെ EDF, ഏർലിയസ്റ്റ് ഡെഡ് ലൈൻ ഫസ്റ്റ്. അപ്പോൾ ഇതുപോലത്തെ കുറേ ഷെഡ്യൂളിംഗ് അൽഗോരിതം നമ്മൾ പഠിച്ചു. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് റെഫർ ചെയ്യാം ഈ പ്രോസസ് ഷെഡ്യൂളിങ്ങിന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് മനസ്സിലാവും, പ്രോസസ് മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു 5 സ്റ്റേറ്റുകളും 5 or 6 ടൈപ്പ് പ്രോസസ് ഷെഡ്യൂളിങ്ങും അവൈലബിൾ ആണ്. നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്ക് വാട്ട് ഈസ് മീൻ ബൈ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ഈ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോസസ് മാനേജറിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. സോ എവറി പ്രോസസ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൈ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്. അപ്പോൾ എല്ലാ പ്രോസസ്സുകളെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് PCB എന്നുള്ളൊരു പാർട്ട് വെച്ചിട്ടാണ്. സോ PCBയിൽ കംപ്ലീറ്റ് പ്രോസസ്സുകളുടെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഫസ്റ്റ് പാർട്ടാണ് പ്രോസസ് സ്റ്റേറ്റ്. സോ പ്രോസസ് സ്റ്റേറ്റ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ന്യൂ സ്റ്റേറ്റ്, റെഡി സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ്. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണെന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും എന്തിലുണ്ടാവുക, പ്രോസസ് സ്റ്റേറ്റിലുണ്ടാവുക. നെക്സ്റ്റ് ആണ് പ്രോഗ്രാം കൗണ്ടർ. നിങ്ങൾ നോക്കുക, പ്രോഗ്രാം കൗണ്ടർ മീൻസ് ദ പ്രോഗ്രാം കൗണ്ടർ let you know the address of the next instruction which should be executed for the process. സോ പ്രോസസ്സിന് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഏത് പ്രോസസ്സാണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടർ. നമ്മൾ മൈക്രോ കൺട്രോളറിലൊക്കെ പഠിക്കുന്നതാണ് പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഫങ്ഷൻസ് അല്ലേ. നെക്സ്റ്റ് ആണ് CPU രജിസ്റ്റേഴ്സ് പറഞ്ഞാൽ കുറേ ടൈപ്പ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ അക്യുമുലേറ്റർ, ഇൻഡെക്സ് രജിസ്റ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റർ, ഇതുപോലത്തെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഓരോ രജിസ്റ്റേഴ്സും പ്രോസസ്സുകൾ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നാണ് CPU രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് CPU ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻ. നമ്മൾ പ്രോസസ്സുകൾക്ക് ഏത് ഷെഡ്യൂളിംഗ് മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് CPU ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഇത് വെദർ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, വെദർ ഇറ്റ് ഈസ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, വെദർ ഇറ്റ് ഈസ് റൗണ്ട് റോബിൻ ഓർ വെദർ ഇറ്റ് ഈസ് ഏർലിയസ്റ്റ് ഡെഡ് ലൈൻ ഫസ്റ്റ്. ഇതിൽ ഏത് അൽഗോരിതംസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് CPU ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻ. അടുത്താണ് അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് ഇൻഫർമേഷൻ. നിങ്ങൾ നോക്കുക, അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ദി എമൗണ്ട് ഓഫ് CPU, ടൈം യൂട്ടിലൈസസ് ലൈക്ക് റിയൽ ടൈം യൂസ്ഡ്, ജോബ് ഓർ പ്രോസസ് നമ്പേഴ്സ് എക്സെട്ര. അപ്പോൾ
അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് ഇൻഫർമേഷനിൽ നമ്മൾ എത്രത്തോളം ടൈം യൂസ് ചെയ്തു, എത്രയാണ് നമ്മുടെ CPU ടൈം, അതുപോലെ എന്തൊക്കെ പ്രോസസ്സുകൾ ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് ഇൻഫർമേഷനിൽ ഉണ്ടാവുക. മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ എന്തായിരിക്കും? മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ, ദിസ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ദി വാല്യൂ ഓഫ് ബേസ് ലിമിറ്റ് രജിസ്റ്റർ, പേജ്, സെഗ്മെൻറ്റ് ടേബിൾ. അപ്പോൾ എത്ര മെമ്മറി നമ്മൾ ഒരു പ്രോസസ്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും എന്തിലുണ്ടാവുക? മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. ലാസ്റ്റ് വൺ ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. എന്തായിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? സോ the block includes a list of open files, the list of input output devices that are allocated to the process. അപ്പോൾ പ്രോസസ്സുകൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചായിരിക്കും എന്തിലുണ്ടാവുക? ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം വാട്ട് ഈസ് മീൻ ബൈ PCB? PCB മീൻസ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് വരച്ച് വയ്ക്കുക, പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൻ്റെ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കോമൺ കാര്യങ്ങൾ എന്തായിരുന്നു? എന്തൊക്കെ ടൈപ്പ് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ പ്രോസസ്സ് ഷെഡ്യൂളിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ എന്താണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോസസ് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ പ്രോസസ് മാനേജ്മെൻറ്റ് ഓൾസോ മീൻസ് ടാസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ത്രെഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോസസ്സുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. സോ ദ ഫോളോയിങ് ആർ ദി പ്രോസസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദി OS കർണൽ. പ്രോസസ് ക്രിയേഷൻ ടു ഡിലീഷൻ. സോ എന്തായിരിക്കും പ്രോസസ് ക്രിയേഷൻ ടു ഡിലീഷൻ? പ്രോസസ് സ്ട്രക്ചർ മെയിൻ്റനൻസ്, പ്രോസസ് റിസോഴ്സ് റിക്വസ്റ്റ്, പ്രോസസ് ഷെഡ്യൂളിംഗ് ആൻഡ് IPC, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, പ്രോസസ് ക്രിയേഷനാണ് ഫസ്റ്റ് ഫങ്ഷൻ. ആഫ്റ്റർ ദ റീസെറ്റ് ഓഫ് ദി പ്രോസസ്സർ ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻ OS ഈസ് ഇനീഷ്യലൈസ്ഡ് ഫസ്റ്റ്, then a process which can be called the initial process is created, then the OS is started that runs the initial process. The process can be created hierarchically. So the creation of process means specifying the resources for process such as address space for the created process, stack memory area and data of the process. ഇതിലെന്താ പറയുന്നത്? എങ്ങനെയാണ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് OS എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ്. പ്രോസസ്സ് എങ്ങനെയാണ് ഹൈറാർക്കിയിൽ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് പ്രോസസ്സ് ക്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മെയിൻലി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് അഡ്രസ് സ്പേസ് ആണ്. പ്രോസസ്സിന് വേണ്ട അഡ്രസ് സ്പേസ് നമ്മൾ സ്റ്റാക്ക് മെമ്മറി, നമുക്ക് ജനറലി പറയാം ഒരു ടെമ്പററി മെമ്മറി ഏരിയ ആണ് സ്റ്റാക്ക് മെമ്മറി. ഡാറ്റ, പ്രോസസ്സിന് വേണ്ട ഡാറ്റ, ഈ ഇൻഫർമേഷനൊക്കെ ആയിരിക്കും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് പ്രോസസ് ക്രിയേഷൻ എന്ന് പറയും. സെക്കൻഡ് വൺ നിങ്ങൾ നോക്കുക, പ്രോസസ് സ്ട്രക്ചർ മെയിൻ്റനൻസ്. സോ വാട്ട് ഈസ് മീൻ ബൈ പ്രോസസ് സ്ട്രക്ചർ മെയിൻ്റനൻസ്? ഇറ്റ് എനേബിൾ ദി പ്രോസസ് സ്ട്രക്ചർ മെയിൻ്റനൻസ് ആൻഡ് ഇറ്റ്സ് ഇൻഫർമേഷൻ അറ്റ് PCB. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോസസ്സിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്, ഏതിനൊക്കെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഹൈറാർക്കി, ഈ ഇൻഫർമേഷനൊക്കെ ആയിരിക്കും എന്തിലുണ്ടാവുക? പ്രോസസ് സ്ട്രക്ചർ മാനേജ്മെൻറ്റ് മെയിൻ്റനൻസിലുണ്ടാവുക. സോ നെക്സ്റ്റ് ആണ് പ്രോസസ്സിംഗ് ദ റിസോഴ്സ് റിക്വസ്റ്റ്. സോ വാട്ട് ഈസ് മീൻ ബൈ റിസോഴ്സ് റിക്വസ്റ്റ്? പ്രോസസ്സിംഗ് ദ റിസോഴ്സ് റിക്വസ്റ്റ് ബൈ പ്രോസസ് മെയ്ഡ് ബൈ എയ്തർ മേക്കിംഗ് കോൾസ് ദാറ്റ് ആർ നോൺ ആസ് സിസ്റ്റം കോൾസ് ഓർ സെൻഡിങ് മെസ്സേജസ്. അപ്പോൾ നമ്മൾ പ്രോസസ്സുകൾ ഏതൊക്കെ റിസോഴ്സുകളാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് മൂന്നാമത്തെ ഫങ്ഷനായിട്ട് പറയുന്നത്. നാലാമത്തേണ് പ്രോസസ് ഷെഡ്യൂളിംഗ്. സോ പ്രോസസ് ഷെഡ്യൂളിംഗ് മോഡ്സ് സച്ച് ആസ് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, EDF, റൗണ്ട് റോബിൻ എക്സെട്ര. അപ്പോൾ കുറേ ടൈപ്പ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് നമ്മൾ പഠിച്ചിരുന്നു. അതിലേതാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പ്രോസസ് ഷെഡ്യൂളിങ്ങിൽ പറയുന്നത്. സോ ലാസ്റ്റ് വൺ ഈസ് IPC. സോ IPC നമ്മളൊരു കഴിഞ്ഞ മൊഡ്യൂളിൽ വളരെ ലെങ്തി ആയിട്ട് പഠിച്ചതാണ്. സോ കുറേ IPCs ഉണ്ടായിരുന്നു. ഒന്നായിരുന്നു സിഗ്നൽ, ഒന്നായിരുന്നു സെമാഫോർ, ഒന്നായിരുന്നു മെസ്സേജ് ക്യൂ, ഒന്നായിരുന്നു മെയിൽ ബോക്സ്, ഒന്നായിരുന്നു പൈപ്പ്, സോക്കറ്റ് ആൻഡ് RPC. ഇതൊക്കെയായിരുന്നു നമ്മൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മൾ പ്രോസസ്സുകളിൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് അഞ്ചാമത്തെ ഫംഗ്ഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം എന്തൊക്കെയാണ് പ്രോസസ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. പ്രോസസ് ക്രിയേഷൻ ഓർ ഡിലീഷൻ, പ്രോസസ് സ്ട്രക്ചറൽ മെയിൻ്റനൻസ്. സോ നമുക്ക് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വെച്ച ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രോസസ് മാനേജ്മെൻറ്റ് വിത്ത് സ്റ്റേറ്റ്സ്. സോ 10 മാർക്കിന് December 2019 വെച്ചതാണ്. സോ പ്രോസസ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതാം. സ്റ്റേറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. സ്റ്റേറ്റ്സ് ഏതായിരുന്നു? ന്യൂ സ്റ്റേറ്റ്, റെഡി സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ്, വെയിറ്റിംഗ് സ്റ്റേറ്റ്, ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് ഒക്കെ പഠിച്ചില്ല. ഈ സ്റ്റേറ്റ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ 10 മാർക്കിന് December 2019 വെച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദി മേജർ ഫങ്ഷൻ ഓഫ് കേർണൽ, 4 മാർക്കിന്. അപ്പോൾ ജസ്റ്റ് എന്താണ് പ്രോസസ് മാനേജ്മെൻറ്റ്, എന്താണ് ഡിവൈസ് മാനേജ്മെൻറ്റ്, എന്താണ് മെമ്മറി മാനേജ്മെൻറ്റ്, എന്താണ് ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ് എന്ന്
ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി മേജർ ഫങ്ഷൻസ് ചോദിക്കുമ്പോൾ. വിത്ത് ഡയഗ്രാം എക്സ്പ്ലെയിൻ പ്രോസസ് മാനേജ്മെൻറ്റ് ഇൻ എംബഡഡ് OS. ഇത് 10 മാർക്കിന് മെയ് 2019 വെച്ച ക്വസ്റ്റൻ ആണ്. പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോസസ് കൺട്രോൾ ബ്ലോക്കും അതുപോലെ സ്റ്റേറ്റ്സും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം 10 മാർക്കിന്. ഡിസ്ക്രൈബ് സ്ട്രക്ചർ ഓഫ് PCB ശരിക്കും വരുന്നത് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്നുള്ള പാർട്ട് ശരിക്കും വരുന്നത് 5th മൊഡ്യൂളിലെ കൂടെയാണ്. നമ്മൾ പക്ഷേ ഈ പ്രോസസ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എടുത്തപ്പോഴാണ് PCB എന്താണെന്ന് പറഞ്ഞത്. ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് 10 മാർക്കിന് December 2018 ആൻഡ് April 2018. അപ്പോൾ നോക്കുക നിങ്ങൾ. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ ഇതുവരെ മെയിനായിട്ട് ചോദിച്ചിരിക്കുന്ന പ്രോസസ് മാനേജ്മെൻ്റ് ആണ്. ബാക്കി 4 ഫങ്ഷൻസും ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ.